സെബാസ്റ്റിനച്ച, റാപ്സിനച്ചൻ്റെ ചേട്ടനച്ഛൻ ഫ്രാൻസിസ് അച്ച, ഡാനിയച്ച, സിസ്റ്റേഴ്സ്, പ്രിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ കർത്താവിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, റാപ്സനച്ചൻ ഡോൺ ബോസ്കോ കോളേജിൽ സ്ഥിരമായി എല്ലാ വർഷവും യുവതി യുവാക്കൾക്ക് ധ്യാനിപ്പിക്കുവാൻ വേണ്ടി വരുന്ന വ്യക്തി എന്ന നിലയിൽ ഡോൺ ബോസ്കോ സ്ഥാപനവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഡോൺ ബോസ്കോ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെൻഷൻ, സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഞാൻ ഇവിടെ വരും, അല്ലെങ്കിൽ അച്ഛനെ വിളിക്കും, റാപ്സിനച്ചൻ അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും. ഒരു വൈദികൻ മറ്റൊരു വൈദികൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന, ആശീർവാദം ചോദിക്കുന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ റാപ്സിനച്ചൻ ആശീർവദിച്ച് അനുഗ്രഹിച്ചാണ് വിടാറുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കലാലയമായി ഡോൺ ബോസ്കോ അങ്ങാടിക്കടവ് കോളേജ് വളർന്നു വരുവാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ആത്മീയതയുടെ നിറവാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാരിൽ ഒരാളാണ് ഫാദർ റാപ്സൺ. ഞാൻ തന്നെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തൊട്ട് മുൻപ് അച്ഛനോട് വന്നപ്പോൾ ഈ നിയോഗം വെച്ച് കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് ഞാൻ കുർബാന പൈസ കൊടുത്തിട്ടുണ്ട്. ഒരു വൈദികൻ മറ്റൊരു വൈദികന് കുർബാന പൈസ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഏറെ വിശ്വാസത്തോടു കൂടിയിട്ട് ഈ പ്രാർത്ഥനാ ആലയത്തിൽ വിശ്വാസത്തോടെ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി, നാം പങ്കെടുക്കുന്ന ആരാധന, വിശ്വാസത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ദൈവാനുഗ്രഹങ്ങളുടെ പ്രവാഹമുണ്ടാവും. എൻ്റെ നിരവധി അനുഭവങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുക. ഞാൻ ക്യാൻസർ അതിജീവിതനാണ്. നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ പേടിക്കുന്ന രോഗം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരേ സ്വരത്തിൽ പറയും, ക്യാൻസർ. ഇവിടെ ക്യാൻസർ ബാധിതമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവാം, നിങ്ങളുടെ പരിചയത്തിലുണ്ടാവാം. 3 വർഷം മുൻപ് എനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഞാൻ 2000 ഡിസംബർ 30 വൈദികനായത്. 25 വർഷം പൂർത്തിയാക്കി. 2002 മുതൽ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലുണ്ട്. യുവതി യുവാക്കളോടൊപ്പമാണ്. മുഴുവൻ സമയവും ഓടി നടക്കുന്ന എനിക്ക് 3 വർഷം മുൻപ് പലവട്ടം ബ്ലീഡിംഗ് പ്രോബ്ലം ഉണ്ടായി. വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി സാധാരണ ഹോസ്പിറ്റലുകളിൽ പോയതിനു ശേഷവും മാറ്റമൊന്നും കാണാതിരുന്നതിനാൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏതാനും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുവാനായിട്ട് പോകുന്നതിനിടയിലാണ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന ഡോക്ടർ ജിമ്മി ജോൺ വിദഗ്ധ പരിശോധന നടത്തി കൊളോണോസ്കോപ്പി ചെയ്യുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞിട്ടും അത് വെളിപ്പെടുത്താതെ നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് കൊളോണോസ്കോപ്പി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഡോൺ ബോസ്കോയിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഡോക്ടർ എന്നെ വിളിച്ചത്. അച്ഛന് ക്യാൻസറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാളും
വൈദികനാകട്ടെ, കന്യാസ്ത്രീ ആവട്ടെ, ഏത് തലപ്പത്തുള്ള ആളാണെങ്കിലും എന്തു ചെയ്യും? അഭിമാനത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ അത് പങ്കുവെക്കുന്നതിന് പകരം അത് നമ്മൾ രഹസ്യമായി മനസ്സിൽ സൂക്ഷിക്കുകയും എന്തെന്നില്ലാത്ത ടെൻഷനോടുകൂടി തുടർന്ന് നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുകയും ചെയ്യും. ഒരു മനുഷ്യനായതിനാൽ സ്വാഭാവികമായിട്ടും എനിക്ക് ഷോക്കായിരുന്നു. ക്യാൻസർ അധികം നാൾ ഇനി ഉണ്ടാവില്ല, ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അതും വൻകുടലിലാണ് ക്യാൻസർ. ഇനി എങ്ങനെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? കോളേജ് ജീവിതത്തിന് പര്യവസാനമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നിഷേധാത്മക ചിന്തകൾ കൊണ്ട് സാത്താൻ എന്നെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് ഒരു മറുശബ്ദം ഉണ്ടായി. എന്നെ ഓർമ്മിപ്പിച്ചു, ഈശോയ്ക്കും ഇതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? കടുത്ത ടെൻഷൻ. എപ്പോഴായിരുന്നു ടെൻഷൻ? കുരിശുമരണത്തിന് മുൻപ് ഡിപ്രഷനിലേക്ക് പോകുന്ന രീതിയിലുള്ള കടുത്ത പിരിമുറുക്കത്തിലൂടെ ഈശോ പോയ സമയത്ത് ഏറ്റവും അടുത്ത ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഗെത്സമനിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ ഗെത്സമനിൽ ഉണ്ടായ അനുഭവത്തെ പറ്റി ഈശോ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. അവിടെ ഈശോ എന്താണ് വരാനിരിക്കുന്ന കുരിശുമരണത്തെ പറ്റി ഓർത്ത് വിഷമിച്ച് കടുത്ത വിഷമത്തിലൂടെ പോയ സമയത്ത് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അത് കഴിഞ്ഞത്തെ ഒരു വാചകം കൂടിയുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേതാണ്? 43-ാമത്തെ വാക്യം. ലൂക്ക 22:42 എല്ലാവർക്കും അറിയാം. 43-ാമത്തെ വാക്യം എപ്പോഴാണോ ഈശോ പറഞ്ഞത് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് ഈശോയെ ശക്തിപ്പെടുത്തി. വാക്കിൽ ശിഷ്യന്മാരെല്ലാവരും ഉറക്കത്തിലായിരുന്നു. പിന്നീട് ഈശോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് യൂദാസ് വന്നു. ആ സമയത്ത് പ്രകോപിതരായി മറ്റു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ പ്രകോപിതരായി വാളെടുത്ത് പ്രധാന പുരോഹിതന്റെ സേവകന്റെ വലതു ചെവി ഛേദിച്ചു. ഈശോ ശാന്തനായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ആ ചെവി തൊട്ടു സുഖപ്പെടുത്തി. അപ്പോൾ ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര നടത്തി. കഴിഞ്ഞ 2023-ലാണ്. 23 ഓഗസ്റ്റ് 6-ാം തീയതിയാണ്, ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഡോക്ടർ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പുസ്തകങ്ങൾ എഴുതുകയായിരുന്നു. ഞാനിപ്പോൾ 35 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രചോദനാത്മക പുസ്തകങ്ങളാണ്. അപ്പോൾ 2007-ൽ ഞാൻ ഡൽഹിയിൽ പത്രപ്രവർത്തകർക്ക്, ജേർണലിസ്റ്റുകൾക്കായി നടത്തപ്പെട്ട 10 ദിവസത്തെ ഒരു ക്യാമ്പിൽ, അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി നടത്തിയ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു. ആ ക്യാമ്പിൽ പങ്കെടുത്ത പത്രപ്രവർത്തകരായ, എഴുത്തുകാരായ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിൽ, മാസികകളിൽ പ്രചോദനാത്മക ലേഖനങ്ങൾ എഴുതണം. ക്യാൻസറിനെ അതിജീവിച്ച ആളുകളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ നിങ്ങൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കണം.
അങ്ങനെ 2007 മുതൽ 2023 വരെ എല്ലാ വർഷവും 3ഉം 4ഉം പ്രചോദനാത്മക ക്യാൻസർ അതിജീവിതരുടെ ജീവിതം ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഈശ്വരനോട് ആവശ്യപ്പെടുകയാണ്, ഇതുവരെയും നീ എഴുതി പ്രചോദിപ്പിച്ചു, ഇനി നിന്റെ ജീവിതമാകട്ടെ മറ്റുള്ളവർക്ക് പ്രചോദനം. അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തു. മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ. വിട്ടുകൊടുത്ത നിമിഷം ഈശോയ്ക്കുള്ള അനുഭവം എനിക്കുമുണ്ടായി. എന്താണ്? സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് എന്നെ ശക്തിപ്പെടുത്തി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് പിന്നെ തുടർ ചികിത്സ വേണം, ബയോപ്സിക്ക് വിട്ടു. പിന്നെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ, ഇവിടെ കണ്ണൂർ മിംസിൽ പെറ്റ് സ്കാൻ ചെയ്യാൻ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട് മിംസിൽ വെച്ച് ഈ ടെസ്റ്റ് നടത്തണം. അത് റാപ്സൻ അറിഞ്ഞു. പെറ്റ് സ്കാൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇത് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും വ്യാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റാണ്. അപ്പൊ വീട്ടിലുള്ള എല്ലാവരും അസ്വസ്ഥരാണ്. ക്യാൻസർ പിന്നെ വൻകുടലിൽ മാത്രമാണോ, മറ്റെവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടോ? അപ്പൊ ആ സമയത്താണ് അച്ഛൻ അറിഞ്ഞത്. അപ്പൊ അച്ഛൻ പെറ്റ് സ്കാൻ പോകുന്നതിന് മുൻപ് രാവിലെ എന്നെ ഫോണിൽ വിളിച്ചു. പലരും സംശയിക്കുന്നുണ്ടാവും, ഫോൺ വിളിച്ച് ഉള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. എല്ലാവരും ആശങ്കയിൽ ആണ്. ഇപ്പൊ ഫോണിലൂടെ അച്ഛൻ പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ രീതിയിൽ 25 പ്രാവശ്യം ഈശോയെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അവസാനം പറഞ്ഞു, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ക്യാൻസറിനെ അച്ഛൻ കീഴടക്കും. പരോക്ഷമായി എന്നിൽ ആ ബോധ്യം അച്ഛൻ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ പെറ്റ് സ്കാൻ കഴിഞ്ഞു. റിസൾട്ട് അന്ന് രാത്രി തന്നെ വന്നു. എവിടെയും വ്യാപിച്ചിട്ടില്ല. പിന്നീട് ഡോക്ടർ ജിമ്മിയെ കണ്ടു. ഡോക്ടർ ജിമ്മി പറഞ്ഞു, സർജറി വേണം, ഓപ്പറേഷൻ. 12 സെന്റിമീറ്റർ എടുത്തു കളയണം വൻകുടലിൽ നിന്ന്. ആ സർജറിക്ക് ശേഷം ഒരുപക്ഷെ ഒരാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. പിന്നീട് ഏറ്റവും ചുരുങ്ങിയത് 1 മാസമെങ്കിലും വിശ്രമിക്കണം. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നോർമലാകാനായിട്ടുള്ള സാധ്യതയാണ് സാധാരണ ഈ സർജറിക്ക് ശേഷം ഉണ്ടാവാറുള്ളത്. ഓക്കെ. ഓഗസ്റ്റ് 26-ാം തീയതി കോളേജ് ഓണം ഹോളിഡേയ്സിന് ക്ലോസ് ചെയ്തു. അന്ന് ഉച്ചയ്ക്ക് അഡ്മിറ്റഡായി. 27-ാം തീയതി രാവിലെ ശസ്ത്രക്രിയ. 12 സെന്റിമീറ്റർ വൻകുടലിൽ നിന്ന് എടുത്തു കളഞ്ഞു. അവിടെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ പൊക്കൂ. 3ാമത്തെ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കേണ്ടി വരും, തുടർ ചികിത്സ അനിവാര്യമായിരിക്കും, ഫോളോ അപ്പ് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ ദിവസം എന്നോട് പറഞ്ഞാണ്, അച്ഛൻ പൊക്കോളൂ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 10 ദിവസം എടുക്കാം, വീണ്ടും വരിക, പരിശോധന നടത്തണം. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട് വെളിമാനത്ത് ആയിരുന്നു ഞാൻ വിശ്രമിക്കാൻ പോയത്. ആ വിശ്രമിക്കുന്ന ദിവസങ്ങളിൽ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടുള്ള തുടർച്ചയായ വേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ റാപ്സൻസിനെ വിളിച്ചു, അച്ഛ ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ വരണം, കാരണം വേദനയുണ്ട്, രാത്രി ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്.
അച്ഛൻ കുർബാനയുമായി ദിവ്യകാരുണ്യവുമായി ഒരു ദിവസം രാവിലെ ചേച്ചിയുടെ വീട്ടിൽ വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തുടർന്ന് എന്തെന്നില്ലാത്ത ശാരീരിക സുസ്ഥിതിയും ആശ്വാസവും എനിക്കുണ്ടായി. വേദന ആ പ്രാർത്ഥനയുടെയും ദിവ്യകാരുണ്യ സ്വീകരണത്തിനും ശേഷം നോർമൽ സ്ലീപ്പിലേക്ക് എനിക്ക് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി. ഡോക്ടർ പരിശോധന നടത്തിയതിന് ശേഷം ഓപ്പറേഷൻ നടന്ന ഭാഗത്തെ സ്റ്റിച്ച് ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം ഉണങ്ങിയല്ലോ. ഡോക്ടർ തന്നെ അത്ഭുതം. സ്റ്റിച്ച് എടുത്തു. എന്നിട്ട് ഡോക്ടറോട് പറയാണ്, വേണമെങ്കിൽ നാളെ അച്ഛൻ ഓഫീസിൽ തിരിച്ചു പോകാം. പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ തിരിച്ച് കഷ്ടിച്ച് 10 ദിവസം പോലും ആയിട്ടില്ല. അങ്ങനെ പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കുറ്റ്യാടിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് 10 ദിവസത്തെ വിശ്രമത്തിന് വേണ്ടി പോയി. 10 ദിവസം കഴിഞ്ഞ്, അതായത് 3 ആഴ്ചയ്ക്ക് ശേഷം 22ാമത്തെ ദിവസം ഞാൻ കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് തിരിച്ചു വന്നു. ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ, ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാക്തീകരണത്തിന്റെ അനുഭവം ഉണ്ടാവും. എല്ലാവരും പൊതുവെ ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. പക്ഷെ ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ്. ഡോൺ ബോസ്കോ കോളേജിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള 2002 മുതൽ പഠിച്ചു പോയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളോടും, ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ പ്രഖ്യാപിച്ചു. എന്റെ പ്രഖ്യാപനം എങ്ങനെയാണ്? എന്റെ ചിരിക്കുന്ന ഫോട്ടോയുടെ താഴെ അടിക്കുറിപ്പ്, ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ. അഭിമാനം എന്ന പോലെയാ പറയുന്നത്. ഞാൻ ക്യാൻസർ ബാധിതനായിരിക്കുന്നു. തലക്കെട്ട്, ഉപതലക്കെട്ട്, ബട്ട് ഐ ആം സ്ട്രോങ്, ഐ ആം ഫേം, ഐ ആം പ്രിപ്പയർഡ്. ഞാൻ സുശക്തനാണ്, ഞാൻ സുദൃഢനാണ്, ഞാൻ സുസജ്ജനാണ്. എന്തിനേയും അതിജീവിക്കാനായിട്ടുള്ള ആത്മബലത്തോട് കൂടിയിട്ടാണ് ഞാൻ ക്യാൻസറുമായി പോരാടുന്നത്. ക്യാൻസറിനെ ഞാൻ കീഴടക്കും. അതിന് താഴെ എല്ലാവരോടും, വിത്ത് യുവർ പ്രേയേഴ്സ് I'll get back to normalcy within the shortest time possible. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പൂർവാധികം ആരോഗ്യത്തോടെ തിരിച്ചു വരും. അത് സംഭവിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ക്യാൻസറിനെ കീഴടക്കി ഞാൻ തിരിച്ചെത്തി. ഇപ്പൊ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ അന്വേഷിക്കൂ, ഞാൻ വിഷമത്തോടു കൂടിയിട്ടാണോ ഡോൺ ബോസ്കോ കോളേജിൽ 2003 മുമ്പുള്ള ഫ്രാൻസിസ് കാരക്കാട്ടും 2023 ശേഷമുള്ള ക്യാൻസറിനെ അതിജീവിച്ചതിന് ശേഷമുള്ള ഫ്രാൻസിസ് കാരക്കാട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വിഷമത്തോടു കൂടിയാണോ ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട്? അല്ല, കൂടുതൽ ആർജവത്തോടു കൂടിയിട്ടാണ്. ഞാനല്ല, ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന്റെ പിൻബലത്തിലാണ്. ഞാനൊന്നുമല്ല, എന്തെങ്കിലും എനിക്ക് അവകാശപ്പെടാനായിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്നുള്ള മുമ്പുണ്ടായിരുന്ന തിരിച്ചറിവിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ക്യാൻസറിന്റെ അനുഭവം ഉണ്ടായിട്ടുള്ളതുപോലെ
തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിലെ ഒരു വലിയ അഗ്നിപരീക്ഷയിലൂടെ ആവാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആകുലതകൾ, സ്വകാര്യ നൊമ്പരങ്ങൾ, വിഷമങ്ങൾ, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ, നഷ്ടബോധം, ഇതുമൂലം വീർപ്പുമുട്ടുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് നൽകുന്ന ഗ്യാരണ്ടിയുണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി, അത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ വർഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട് മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകൾക്ക് പകരം വിശാലമായ വീടുകൾ തുറക്കപ്പെടും. വെറും വാതിലല്ല. എല്ലാത്തിനെയും അടിസ്ഥാനം എന്താണ്? ഈ കർത്താവിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക. ഈശോ ഓരോ അനുഭവത്തിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു കാലത്ത് ഞാൻ എഴുത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ട് വരുന്ന സമയത്ത് എനിക്ക് അഹങ്കാരവും ഹുങ്കും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ദൈവം ഇടപെട്ടു. നീ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവം. എൻ്റെ വീട് കുറ്റ്യാടിയാണ്, തെങ്ങിന്റെ നാട്. അപ്പൊ വീട്ടിൽ അവധിക്ക് 2007 മെയ് മാസം അവധിക്ക് പോയ സമയത്ത്, ആ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ റേഞ്ചില്ല, റേഞ്ച് മുറ്റത്തേ ഉള്ളൂ. മൊബൈലിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് സംസാരിക്കുന്നിടയിൽ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ കരിക്ക് തലയിൽ വീണു. അപ്പോൾ ഞാൻ കാറി ബോധം കെട്ട് വീണു. ഇനി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. വിശ്വാസവും ബുദ്ധിയും ഒരുമിച്ച് പോയില്ല. കരിക്ക് തലയിൽ വീണു, കരിക്ക് പൊട്ടി, കരിക്കും വെള്ളം ഒഴുകി, ബോധം നഷ്ടപ്പെട്ട ഞാൻ തിരിച്ച് ബോധം കിട്ടി എഴുന്നേറ്റു. എല്ലാവരും ചിരിക്കുന്നു. കാരണം വിശ്വാസവും ബുദ്ധി ഒരുമിച്ച് പോകത്തില്ല. നിങ്ങൾ ചിരിക്കുന്നത് എന്താണ്? ഇത് ചുമ്മാ അച്ഛൻ അതിശയോക്തിയോടി പറയുന്ന ആളാണെന്നല്ല. എന്നെപ്പറ്റി അന്വേഷിക്കുക, ഞാൻ കൃത്യതയുടെ ആൾ രൂപമാണ്. ഞാൻ ഒന്നിലും അതിശയോക്തി കൊടുക്കാത്ത ആളാണ്, സൂക്ഷ്മതയുടെ ആളാണ്. അപ്പോൾ എന്നെ ഉടനെ ആശുപത്രി കൊണ്ടുപോയി. കാരണം തലയിലാണ് തേങ്ങ വീണത്. എന്തെങ്കിലും ഉള്ളിൽ മുറിവുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഛർദിക്കും, സീരിയസ് ആവും. 48 മണിക്കൂർ നിരീക്ഷണത്തിൽ. ഛർദിച്ചില്ല. വീട്ടുകാർക്ക് വീണ്ടും സംശയം, സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. തലച്ചോറിനകത്തൊന്നും സംഭവിച്ചില്ല. പക്ഷെ വേറെ 2 മാറ്റങ്ങൾ സംഭവിച്ചു. രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്താണ്? ഒന്ന്, ഓർമ്മ വെച്ച നാൾ മുതൽ, അതായത് 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതൽ എനിക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മൈഗ്രെയിൻ, കൊടിഞ്ഞി തലവേദന. തലവേദനയായിട്ട് പിന്നെ എല്ലാ ടൈപ്പ് ചികിത്സയ്ക്കും വിധേയനായി. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി. സെമിനാറിൽ ചെയ്തതിന് ശേഷം എൻ്റെ മേലധികാരികൾ പറഞ്ഞു, എന്തോ സൈക്യാട്രിക് സൈക്കോളജി പ്രോബ്ലമാണ്, നിരന്തരമായി തലവേദന വരുന്നത്. അപ്പം സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് പോയി. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. തലവേദന ഗുളിക എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. പക്ഷേ കരിക്ക് വീണ അന്ന്, ആ ദിവസം മുതൽ കൊടിഞ്ഞില്ല, തലവേദനയില്ല. രണ്ടാമത് എന്നെ സംഭവിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞു, ഹുങ്കും അഹങ്കാരവും അഹന്തയുമുള്ള ആളായിരുന്നു. കർത്താവിനോട് പറഞ്ഞു, ഫ്രാൻസിസ്, നീ ഇന്നു മുതൽ നിന്റെ പരിധിയും പരിമിതിയും തിരിച്ചറിയണം. ഒരു തേങ്ങ വീണാ മതി, തീർന്നു. അതുകൊണ്ട് എളിമയോടെ
ദൈവത്തിന് പൂർണ്ണമായിട്ട് വിധേയനായിക്കൊണ്ട് എന്തെല്ലാം നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ നന്മ ചെയ്ത് വലിയ നിക്ഷേപം സമാഹരിച്ചുകൊണ്ട് ഒരു തീർത്ഥാടകനായി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഓരോ അനുഭവത്തിലൂടെയും ഈശോ സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ എസ്തേർ രാജ്ഞി എന്താണ് പ്രാർത്ഥിച്ചത്? നീയല്ലാതെ മറ്റാരും എനിക്ക് തുണയില്ല, ഞാൻ ഏകയാണ്, അങ്ങനെ സഹായിക്കണമേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ വികാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിളിൽ ഏറ്റവും നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ ബൈബിൾ പണ്ഡിതനല്ല, ഏറ്റവും പഴയ നിയമവും പുതിയ നിയമവും ഉള്ള ബൈബിൾ എടുത്തിട്ട് അതിൻ്റെ കൃത്യം നടുക്കത്തെ പേജ് ഏതാണ്? ബൈബിളിൽ സാധാരണയായിട്ട് നടുക്കത്തെ പേജ് വരുന്നത് സങ്കീർത്തനം 118 സങ്കീർത്തനം 118 വരുന്ന ആ പേജിൽ കൃത്യം സെൻട്രൽ വരുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. എന്താണ് തിരിച്ചറിവ്? It is better to take refuge in the Lord than to trust in mortals. എന്താണ്? മനുഷ്യരിൽ ആശ്രയിക്കുന്നത് പമ്പര വിഡ്ഢിത്തമാണ്. കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ മകൻ, മകൾ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ അമ്മ ഏത് സമയത്ത് നഷ്ടപ്പെടാം. നിങ്ങൾ ഇപ്പോൾ അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വന്തമാണെന്ന് കരുതുന്നതെല്ലാം ഒരു നിമിഷം നഷ്ടപ്പെടാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശ്വാസത്തോടുകൂടി ഈ രാജ്ഞി പറഞ്ഞത്, എസ്തേർ രാജ്ഞി പറഞ്ഞതുപോലെ, അങ്ങാണ് ഞങ്ങളുടെ ഏക രാജാവ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ രാജാവ്. ഞങ്ങൾക്ക് ആശ്രയിക്കാനായിട്ട് തുണയായിട്ട് ആരുമില്ല. കാരണം ഞങ്ങളുടെ കാണുന്നതെല്ലാം നശ്വരമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ബോധ്യത്തോടുകൂടി നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വിട്ടുകൊടുക്കുക. അതിനെപ്പറ്റി ആകുലപ്പെടരുത്. ഞാനിപ്പോ കഴിഞ്ഞ 3 വർഷമായിട്ട് എല്ലാ 3 മാസവും ക്യാൻസർ ചികിത്സയ്ക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ ആള് എല്ലാ 3 മാസവും ഓങ്കോളജിസ്റ്റിനെ കാണണം, ക്യാൻസർ വിദഗ്ധരെ, കുറെ ടെസ്റ്റുകൾ നടത്തണം. ഞാൻ ആകുലപ്പെടുന്നുണ്ടോ? ഇല്ല. ടെസ്റ്റുകൾ എല്ലാ 3 മാസവും ചെയ്യുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോകുന്നു, കുഴപ്പമില്ല, നീ 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് എടുത്തിട്ട് വരൂ. കൊളോണോസ്കോപ്പി ചെയ്തു, കുഴപ്പമില്ല, ഇനി ഒരു 6 വർഷം കഴിഞ്ഞിട്ട് കൊളോണോസ്കോപ്പി ചെയ്താൽ ഡോക്ടർ പറഞ്ഞത്, ഓങ്കോളജിസ്റ്റ്. അപ്പൊ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ നന്മ മാത്രം കാണുകയും നന്മ മാത്രം ചെയ്യുകയും നമുക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ, നമുക്ക് വേറെ നിഗൂഢ ചിന്തകൾ ഒന്നുമില്ല എങ്കിൽ ദൈവം കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടിയിട്ട് ഇന്നത്തെ ദിവ്യബലിയിൽ വിശ്വാസത്തോടെ എന്തെല്ലാം അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും, നിങ്ങൾ പരിഹാരം പറ്റാത്ത പോയിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും വിട്ടുകൊടുക്കുക ഈശോയ്ക്ക്. എന്നിട്ട് വിശ്വാസത്തോടെ പോരാളിയാകുക. ഒന്നിൻ്റെയും ഇരയാകാതെ കീഴടക്കുവാനായിട്ടുള്ള ശാക്തീകരണത്തിന് അനുഭവം ദൈവം നൽകും. ആ ഒരു ബോധ്യത്തോടു കൂടിയിട്ട് നമ്മുടെ ജീവിത പോരാട്ടം തുടരാം. ആ ജീവിത പോരാട്ടത്തിന് തുടരാൻ അനിവാര്യമായിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം. നമ്മുടെ ജീവിത പോരാട്ടത്തിന് അനിവാര്യമായിട്ടുള്ള ഇന്ധനം എന്താണ്? 9 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. നമുക്ക് വേണ്ടത് മറ്റ് മാർക്കറ്റിൽ നിന്നും കിട്ടത്തില്ലാത്ത, കർത്താവിന് മാത്രം നൽകുവാൻ സാധിക്കുന്ന, പരിശുദ്ധാത്മാവിന് മാത്രം നിറയ്ക്കാൻ സാധിക്കുന്ന 9 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മൾ നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം ശുഭകരമായി. പ്രക്ഷുബ്ധതയുടെ അന്തരീക്ഷത്തിൽ
പ്രശാന്തത നിലനിർത്തുവാനായിട്ട് സാധിക്കും. ഏതാണ് 9 ഫലങ്ങൾ? സ്നേഹം, സമാധാനം, സന്തോഷം, നന്മ, ദയ, ക്ഷമ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ട? പെട്രോളും ഡീസലും ഒന്നും ഗ്യാസും ഒന്നുമില്ല. നമുക്ക് വേണ്ടത് ഈ 9 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറച്ച് എല്ലാം സുഗമമാക്കണമേ, ശുഭകരമാക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.